വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ വളരെ റേറ്റ് കുറഞ്ഞിട്ട് ഒരു നല്ല ക്ലോത്തിൽ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നാണ് കാണിക്കുന്നത്. അംബർല കട്ടിലാണ് ഈ ഒരു കുർത്തി ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നെക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. റെഡിമെയ്ഡ് ലുക്കിലാണ് ഈ ഒരു കുർത്തി ചെയ്തിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ. ഈ ഒരു കുർത്തിക്ക് 3.5 മീറ്റർ ക്ലോത്താണ് ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത്. നോർമലി നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യോക്ക് പീസ് കട്ട് ചെയ്യാൻ ഇതുപോലെ രണ്ടായിട്ട് ക്ലോത്തിനെ ഫോൾഡ് ചെയ്യാറുണ്ട്. അതിനുശേഷം ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. അപ്പോൾ 4ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ക്ലോത്ത് ഫോൾഡ് ചെയ്തു. നോർമലി നമ്മൾ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. എന്നാൽ പ്രിൻറ്റഡ് ക്ലോത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അതിൻ്റെ പ്രിൻ്റ് എങ്ങോട്ടാണ് വരുന്നത് എന്ന്. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴ്വശത്തേക്കും വരുന്ന വിധത്തിലാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഭംഗി അത് ബാധിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഈ ഒരു ക്ലോത്തിനെ ഫോൾഡ് ചെയ്തിട്ട് മുകളിൽ നിന്നും കട്ട് ചെയ്ത് രണ്ടാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ഡിസൈൻ ഏത് വശത്തേക്കാണ് വേണ്ടത് എന്ന് നോക്കാം. മുകളിലേക്കാണ് വേണ്ടതെങ്കിൽ ആ വശത്തേക്ക് മറ്റേ പീസ് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി താഴ്വശത്തേക്കാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ എനിക്ക് 7.5 ഇഞ്ചാണ് വേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 7 ഇഞ്ചാണ് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാ കൃത്യമായിട്ട് ഞാനിവിടെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് താഴ്വശത്തേക്ക് ആം ഹോളും 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ബോക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റിൻ്റെ അളവാണ് വേണ്ടത്. എനിക്ക് 10 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഏറ്റവും താഴ്വശം എനിക്ക് 9 ഇഞ്ച് വേണം. 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 10 ഇഞ്ച് ഞാനിത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടതാ. ഇനി ഇത് രണ്ടും യോജിപ്പിച്ചെടുത്തു. എന്നിട്ട് താഴ്വശത്ത് നമുക്ക് ഇതുപോലെ 1 ഇഞ്ച് കയറ്റി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല, കാരണം ഫ്രണ്ട് നെക്ക് ഞാൻ ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഇവിടെ ഞാൻ നെക്കിൻ്റെ ആ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം ഷോൾഡർ സ്ലോപ്പ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഷോൾഡറും സ്ലോപ്പ് ചെയ്തു ജസ്റ്റ് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 15 ഇഞ്ചാണ്. എനിക്ക് വേണ്ടത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ മുകൾ വശവും താഴ്വശവും സ്റ്റിച്ച് ചെയ്യാൻ 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് 15 ഇഞ്ച് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ബാക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പോർഷൻ മാറ്റി വെച്ചു. എന്നിട്ട് ബാക്ക് പോർഷനിൽ ഞാനൊരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2.5 ഇഞ്ചും അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം 2 ഇഞ്ചും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആം ഹോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കുക. ഒരു 9.5 ഇഞ്ചാണ് കിട്ടിയത്. ഒരു 8.5-9 ഇഞ്ച് നമുക്ക് എടുക്കാം കേട്ടോ ക്ലോത്ത്. ഞാനിവിടെ ക്ലോത്തിനെ 4ആയി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയും ഞാനത് കട്ട് ചെയ്തിട്ട് ഡിസൈൻ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. സ്ലീവിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 14.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ മുകളിൽ 1/2 ഇഞ്ചും താഴെ 1 ഇഞ്ചും അടക്കം നമ്മൾ 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന ഇറക്കത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതാ ഇവിടെ ഞാൻ 9 ഇഞ്ചിലാണ് വീതി എടുക്കുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് ഇറക്കത്തിൽ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ലീവ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴ്വശം വേണ്ടുന്നത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്തു. തൊട്ട് വിട്ടിട്ട് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിതുപോലെ ഒന്ന് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻ്റൊക്കെ കൃത്യമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കൃത്യമായി സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ക്ലോത്തിനെ 2ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കാരണം അതിൻ്റെ ഡിസൈൻ കൃത്യമായി വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ ഈ ക്ലോത്തിൻ്റെ കോണ് വരുന്ന ഭാഗത്ത് നമ്മുടെ കൈ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മറ്റേ ഭാഗം കണ്ടോ, ആ ഒരു ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ത്രികോണ ഷേപ്പിലാണ് നമ്മുടെ ക്ലോത്ത് ഇപ്പോൾ വരുന്നത്. ഞാനിപ്പോൾ ക്ലോത്തിനെ പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങളൊരു കാരണവശാലും ഇതുപോലെ മൂവ് ചെയ്യാൻ പാടില്ല. എനിക്ക് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് മൂവ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ യോക്ക് പോർഷൻ എടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത യോക്ക് പോർഷൻ എടുക്കാം. എന്നിട്ട് അതിൻ്റെ മോശം വശം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ മോശം വശത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു താഴ്വശം ഇല്ലേ, നമ്മുടെ ആ യോക്ക് പോർഷൻ്റെ ഏറ്റവും താഴ്വശം കൃത്യമായി ഇതിൻ്റെ മുകൾ വശത്ത്, അതായത് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്തതിൻ്റെ ആ ഒരു കോണ് വരുന്ന മുകൾ വശമില്ലേ, അവിടെ കൃത്യമായി വരുന്ന വിധം വെച്ച് കൊടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു യോക്ക് പോർഷൻ്റെ കറക്റ്റ് അളവ് ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നമ്മളത് കറക്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കുക. എനിക്ക് 32 ആണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് മുകളിൽ ജോയിൻ്റ് ചെയ്യാനും താഴ്വശം പൈപ്പിംഗ് വെക്കാൻ വേണ്ടിയിട്ടും 1 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾ ഫോൾഡ് ചെയ്യുകയാണെങ്കിലും 1 ഇഞ്ച് തന്നെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് 33 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ആ 33 ഇഞ്ച് നമ്മൾ മുകളിൽ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നേരെ താഴേക്കാണ് 33 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തത്. കണ്ടോ, ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് വേണ്ടുന്ന ആ ഒരു ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുക. മുകളിൽ നിന്നും നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും നേരെ താഴേക്കാണ് കേട്ടോ ആ ഒരു 33 ഇഞ്ച് മാർക്ക് ചെയ്തത്. ഇനി നമ്മൾ മുകളിൽ നിന്നും താഴെ നിന്നും ഇതുപോലെ കറക്റ്റായിട്ട് ടേപ്പ് ഒന്ന് മൂവ് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും അവിടെയും 33 മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ എല്ലാ ഭാഗത്തും മുകളിൽ നിന്നും താഴെ നിന്നും കൃത്യമായി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സൈഡിലേക്ക് അടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ ക്ലോത്ത് എല്ലാ ഭാഗത്തും ഉണ്ടാവില്ല. 2 പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് പിന്നീട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞു തരാം. ഇനി ഇവിടെയൊക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. 33 ബാക്കിയുള്ള ഭാഗത്തൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിൻ്റൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് മുകൾ വശം തന്നെ കൃത്യമായി മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ താഴ്വശവും എങ്ങനെയാണോ നമ്മൾ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്തത് ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. മുകൾ വശത്ത് 4 പീസ് ഉണ്ട്. അതുപോലെ താഴ്വശത്ത് എത്തുമ്പോഴേക്കും 2 പീസ് മാത്രമേ ഉള്ളൂ. ആ ഒരു ഭാഗത്ത് നമുക്ക് എക്സ്ട്രാ ഇതുപോലെ ഒരു പീസ് വെച്ച് കട്ട് ചെയ്യണം. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഡിസൈൻ ശ്രദ്ധിക്കണം കേട്ടോ. ഡിസൈനർ ക്ലോത്തിൽ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ കറക്റ്റായിട്ട് ഡിസൈൻ വരുന്ന വിധത്തിൽ തന്നെ ഞാൻ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ 2 പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. ഒരു 1/2 ഇഞ്ച് കയറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഈ സൈഡ് ഇതുപോലെ ജസ്റ്റ് കറക്റ്റാക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നിന്നും വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. ജസ്റ്റ് താഴ്വശം ഒന്ന് നമ്മുടെ വിരൽ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ നമുക്ക് ആ കറക്റ്റ് അളവ് മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് നോക്കി അവിടെ നമുക്ക് കൃത്യമായി നോക്കിയിട്ട് തന്നെ മാർക്ക് ചെയ്യുക. ഷിഫോണിലൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് പിൻ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള ക്ലോത്തിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലോത്ത് മൂവ് ആവുമൊന്നുമില്ല. കറക്റ്റായിട്ട് നമുക്ക് ആ തൊട്ട് നോക്കിയാൽ തന്നെ മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളിത് കൃത്യമായി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ അതിന് കറക്റ്റായ ഷേപ്പിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കൃത്യമായി കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുകളിലുള്ള ക്ലോത്തോ അല്ലെങ്കിൽ ആ കട്ട് ചെയ്ത പീസോ ഒന്നും കട്ടാവാതെ കറക്റ്റായിട്ട് ഈ ഒരു പീസ് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇത് 2ആയി ഫോൾഡ് ചെയ്ത് വെച്ച പീസാണ് കേട്ടോ. 2 പീസാണ് നമുക്ക് വേണ്ടത്. അളവിൽ തന്നെ അത് കട്ട് ചെയ്യണം. കണ്ടോ, ഇനി നമുക്കിതിനെ അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം ഫസ്റ്റ് തന്നെ ഇതുമായിട്ട് ജോയിൻ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ വരും. അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ആ ഒരു 2 പീസ് മാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ എക്സ്ട്രാ കട്ട് ചെയ്ത ആ ഒരു പീസിനെ കൃത്യമായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. വെക്കുമ്പോൾ നമ്മുടെ ഓപ്പൺ വരുന്ന ഭാഗത്ത് വലിയ പീസ് വരാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ 2ൻ്റെയും നല്ല വശം വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ക്യാൻവാസ് ഷീറ്റ് എടുക്കാം. ഇത് 2ആയി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഇതിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് ഒരു 11 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3 ഇഞ്ചാണ് എനിക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടേണ്ടത്. ക്ലോത്തിലാണെങ്കിൽ നമ്മൾ ആ 2.5 ഇഞ്ച് അങ്ങനെ എടുക്കാറുള്ളൂ. പക്ഷേ ക്യാൻവാസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ നെക്കിൻ്റെ അളവ് കിട്ടേണ്ടത് അത് കറക്റ്റായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിവിടുന്ന് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഒരു 6 ഇഞ്ചോളം നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു 4 ഇഞ്ച് എടുത്തിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത ആ നെക്കിൻ്റെ അവിടെ തന്നെ ഒന്നുകൂടി മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ ഒന്നുകൂടി ഇതുപോലെ ഒരു ബോക്സ് ആക്കി എടുക്കണം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴ്വശത്തേക്ക് ഇവിടെ ഇതാ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവിടുന്ന് നേരെ താഴ്വശത്തേക്ക് ഇതുപോലെ ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അവിടുന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒരു
റൗണ്ട് നെക്ക് വരാൻ വേണ്ടിയിട്ട് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് അവിടെ നിന്ന് നേരെ താഴ്വശത്തേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ താഴ്വശം വരെ വരച്ചു കൊടുത്തു. നിങ്ങളൊരു സ്കെയിൽ എടുത്തിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ. ഇനി നമുക്കതിനെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഒരു കേവ് ഷേപ്പാണ്. നമ്മൾ നെക്കൊക്കെ മാർക്ക് ചെയ്യുന്നത് പോലെ ഒന്ന് കേവ് ചെയ്ത് കൊടുക്കണം. അത്രയും കയറ്റി മാർക്ക് ചെയ്യേണ്ട, കുറച്ചൊന്ന് ചരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മളിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഈ ഒരു ലുക്കിലാണ് കേട്ടോ ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പീസിനെ വീണ്ടും ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് കൃത്യമായിട്ട് അതിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കണം. ഇതിങ്ങനെ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ 3 വശത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വേണം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇതുപോലെ 2ആയി ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് കൂടി ഇതിന് വെച്ച് കൊടുക്കണം. ജസ്റ്റ് ഒരു സ്ട്രൈറ്റ് ക്ലോത്തിൽ ചെയ്ത പൈപ്പിംഗ് ആണിത്. അത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് അതിൻ്റെ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ വെക്കണം. നൂല് വരുന്ന ഭാഗം ഇതുപോലെ നമ്മൾ സ്റ്റിച്ചിട്ട് കഴിയുമ്പോൾ ഈ ഒരു സൈഡിലേക്കാണ് കേട്ടോ വരുന്നത്. പൈപ്പിംഗ് ത്രെഡ് നമുക്ക് വാങ്ങാനും പറ്റും. ഇപ്പോൾ നമ്മളിത് കൃത്യമായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഇത് ഒന്നിൻ്റെ മുകളിൽ ഒന്നായി വെച്ചിട്ട് ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ വേണം വെക്കാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പൈപ്പിംഗ് കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടണം കേട്ടോ. ഇപ്പോൾ നമ്മളത് കൃത്യമായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ മോശം വശത്തേക്ക് കൊണ്ടുപോവാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ക്യാൻവാസിൻ്റെ ഷൈനിങ് പീസ് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് അയൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് താഴ്വശം ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്കത് ഇതുപോലെ ഒന്ന് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുക്കാം. എന്നിട്ട് അതിന് ഇതുപോലെ സെൻറ്ററിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ പോർഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു പീസ് വെച്ച് കൊടുക്കണം. ഇവിടെ ഞാൻ നല്ല വശമാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എനിക്ക് പറ്റിയൊരു വലിയ മിസ്റ്റേക്കാണ്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഈ ഒരു വിരൽ പോകുന്ന ഭാഗത്തൂടെയൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. ഞാനത് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് കഴിയുന്നത് വരെ എനിക്കതിൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായിട്ടില്ല. ഇത് കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കറക്റ്റായിട്ട് ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലായത്. നമുക്കിത് കട്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ. വീഡിയോ എടുക്കലും മൊബൈലും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ഒന്നിച്ച് കൊണ്ടുപോയപ്പോൾ പറ്റിയ ഒരു മിസ്റ്റേക്കാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയൊരു മണ്ടത്തരം പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനൊക്കെ കട്ട് ചെയ്തിട്ട് അത് തിരിച്ചിടാൻ പോകുമ്പോഴാണ് മനസ്സിലായത് ഞാൻ നല്ല വശത്ത് വെച്ചിട്ടാണല്ലോ ചെയ്തത് എന്ന്. ഒരു നിമിഷം സ്റ്റക്കായിപ്പോയി. പിന്നീട് ഞാൻ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഇതിനെ മോശം വശത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് ഡാമേജൊക്കെ പറ്റിയിട്ടുണ്ട്. ഞാൻ നൂല് വലിച്ചെടുക്കുന്ന സമയത്തും വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ എപ്പോഴും ഇത് യോക്ക് പോർഷൻ്റെ മോശം വശത്ത് നമ്മുടെ ഈ പീസിൻ്റെ നല്ല വശം വെച്ച് കൊടുക്കണം. കാരണം നമ്മളിത് തിരിച്ചിട്ടെടുക്കുമ്പോൾ നല്ല വശത്തേക്കാണ് കേട്ടോ വരേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് മോശം വശത്ത് നല്ല ഭാഗം വരുന്ന വിധത്തിൽ വേണം മുകൾ വശത്തെ പീസ് വെക്കാൻ. ഇനി നമ്മളിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് തിരിച്ചിട്ടെടുക്കുന്നുണ്ട്. നമുക്കിത് നല്ല വശത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാ ഭാഗങ്ങളും പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ ഉള്ളിലൂടെ ഒരു പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ മുഴുവനായിട്ടും പൈപ്പിംഗ് ത്രെഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ത്രെഡിൻ്റെ ആ ഭാഗം മാത്രമേ നമുക്ക് പുറത്തോട്ട് കാണാൻ പാടുള്ളൂ. എക്സ്ട്രാ ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വശം കണ്ടോ, നമ്മളത് തുന്നിളക്കി വീണ്ടും സ്റ്റിച്ച് ചെയ്ത് ആ പൈപ്പിങ്ങൊക്കെ കറക്റ്റ് ആക്കുമ്പോൾ പറ്റിയൊരു കുഞ്ഞ് മിസ്റ്റേക്കാണ്. വേറെ കാര്യമായി ഒന്നും പറ്റിയിട്ടില്ല. ഇനി നമുക്ക് ബാക്ക് പീസ് എടുക്കാം. എന്നിട്ട് ബാക്ക് പീസിന് ഇതുപോലെ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ക്രോസ് പീസ് തന്നെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്കതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിന് ഇതുപോലെ മോശം വശത്തേക്ക് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. വീണ്ടും മുഴുവനായിട്ടും ആ ഒരു റെഡ് പീസ് മുഴുവനായിട്ടും ബാക്ക് വശത്ത് വരുന്ന വിധത്തിൽ ഫോൾഡ് ചെയ്ത് ആ റൗണ്ട് മുഴുവനും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തു.
ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് ബാക്ക് പീസ് ഇതുപോലെ വെക്കുക. രണ്ടിൻ്റെയും നല്ല വശം വെക്കണം. അതിനുശേഷം രണ്ട് ഷോൾഡറും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ സ്ലീവ് ഡിസൈൻ ചെയ്യാൻ ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതൊരു 4 ഇഞ്ച് ഇറക്കത്തിലാണ് ഈ ഒരു പീസ് നമ്മൾ സ്ലീവിൽ വെച്ച് ഡിസൈൻ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മോശം വശത്തേക്ക് ഇതുപോലെ പൈപ്പിംഗ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ പീസിൻ്റെ നല്ല വശം വെക്കുക. എന്നിട്ട് സൈഡിലൂടെ നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ വെക്കുന്ന സമയത്ത് എപ്പോഴും നൂല് വരുന്ന ഭാഗം അതിൻ്റെ ഉള്ളിലേക്കായിരിക്കണം. ഇപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതുപോലെ നല്ല വശത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം നമ്മളിത് ഈ ഒരു വശം ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് പീസും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മുഴുവനായും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതുപോലെയാണ് കേട്ടോ സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. ഇനി നമുക്ക് ഈ സ്ലീവിനെ നമ്മുടെ ആം ഹോളുമായിട്ട് ജോയിൻ്റ് ചെയ്യാം. അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശം വെക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്നും ഒരു സൈഡിലേക്കും അവിടെ നിന്ന് നേരെ തിരിച്ച് സെൻറ്ററിലേക്കും സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം മറ്റേ സൈഡിലേക്കും ഇതുപോലെ പതുക്കെ മൂവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ എടുക്കാം. സ്കേർട്ട് പോർഷൻ്റെ താഴ്വശം നമ്മളിതാ ഇതുപോലെ കറക്റ്റായിട്ട് നേരത്തെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ്. ഇനി ആ ഒരു പീസിൻ്റെ നല്ല വശം നമ്മളിങ്ങനെ യോക്ക് പോർഷൻ്റെ മുകൾ വശമായിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം. മുകൾ വശമായിട്ടാണ് കേട്ടോ ജോയിൻ്റ് ചെയ്യുന്നത്. രണ്ട് പീസും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ടെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിനെ ഇതുപോലെ നല്ല വശം വെച്ചിട്ട് നമ്മുടെ സ്ലീവ് മുതൽ താഴ്വശം വരെ നമ്മൾ ഇതുപോലെ 1 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. വളരെ നല്ല രീതിയിൽ നമ്മുടെ ഡ്രസ്സ് വെച്ചിട്ട് താഴ്വശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും താഴ്വശം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക. വളരെ നേരിയ രീതിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വരുന്ന വിധത്തിൽ നമുക്ക് പൈപ്പിംഗ് വെച്ചിട്ട് മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് അതുപോലെ തന്നെ സ്ലീവും ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴ്വശമാണ്. കണ്ടോ, ആ ഒരു ഡ്രസ്സ് നിൽക്കുന്ന ആ ഒരു നിൽപ്പിന് തന്നെ ഒരു ഭംഗിയാണ് ആ ഒരു പൈപ്പിംഗ് വരുമ്പോൾ. അതുപോലെ തന്നെ ഓവർലോക്ക് ചെയ്താലും ഭംഗിയുണ്ടാവും. പക്ഷേ ഈ ഒരു റെഡ് കളർ വരുമ്പോൾ ഒന്നുകൂടി ഒരു ഭംഗിയുണ്ട്. തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടാണ് ഇത് ചെയ്തത്. 3.5 മീറ്റർ ക്ലോത്താണ് ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൃത്യമായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോവുമായിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.